ഏറെ സന്തോഷം തരുന്നതും അവരേറ്റവും സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു കോടതി ഇടപെടലാണ് പാലിയേക്കര ടോൾ പ്ലാസയുടെ കാര്യത്തിൽ ഇന്ന് ഉണ്ടായിരിക്കുന്നത്. ദേശീയപാത അതോറിറ്റിക്ക് തിരിച്ചടിയായി പാലിയേക്കര ടോൾ പിരിവ് നിർത്തിവെച്ചിരിക്കുന്നു ഹൈക്കോടതി. 4 ആഴ്ചത്തേക്കാണ് ടോൾ പിരിവ് ഹൈക്കോടതി തടഞ്ഞിരിക്കുന്നത്. പ്രശ്നങ്ങൾ സമയബന്ധിതമായി പരിഹരിക്കാൻ ദേശീയപാത അതോറിറ്റിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് കോടതി ഇന്ന് വിമർശിച്ചു. അടിപ്പാത നിർമ്മാണത്തെ തുടർന്ന് ദേശീയപാതയിൽ ജനങ്ങളെ വലച്ച വൻ ഗതാഗത കുരുക്കിലാണ് ഹൈക്കോടതിയുടെ നിർണായകമായ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഒരുപാട് അഭിഭാഷകർ ഇതിനു വേണ്ടി നിന്നുണ്ട്, പലരും നിന്നുണ്ട്. ഇവർക്കൊക്കെയുള്ള വിജയമാണ് ഇത്, ജനങ്ങളുടെ വിജയമാണ്. ഇപ്പം എനിക്ക് വേണ്ടി കേസ് നടത്തിയ അഡ്വക്കേറ്റ് ഗംഗേഷ് അടക്കം പല അഭിഭാഷകർ ഇതിനു വേണ്ടി സജീവമായി നിന്നിട്ടുണ്ട്. ഇവരെല്ലാവരുടെ വിജയമാണ്. കോടതി സാധാരണക്കാരെ കൂടെയാണെന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ വിധി. 4 ആഴ്ചയ്ക്ക് ഇവിടെ ടോളില്ലാതെ സാധാരണക്കാരന് ഈ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നവരെ അവർക്ക് യാത്ര ചെയ്യണം, അവർക്ക് സമാധാനമായി യാത്ര ചെയ്യണം, കാശ് കൊടുക്കാതെ യാത്ര ചെയ്യണം. അത് തന്നെയാണ് ഈ വിധി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹൈക്കോടതിയുടെ ഇടപെടലിന്റെ വിശദാംശങ്ങൾ നൽകാൻ വിഷ്ണു സുരേഷ് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട്. അതോടൊപ്പം തന്നെ പാലിയേക്കര ടോൾ പിരിവിൽ ഇപ്പോൾ അതിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങളിൽ അവരുടെ യാത്രക്കാർക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത് എന്ന വിശദാംശങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നു ഈ വൈകുന്നേരം സുരേഷ് സജി, ഞങ്ങളുടെ പ്രതിനിധി. ആദ്യം ഞാൻ വിഷ്ണു സുരേഷിലേക്ക് പോകാം. വിഷ്ണു, ജനങ്ങളുടെ വിജയം എന്നാണ് ഹൈക്കോടതിയുടെ ഇടപെടലിനെ കുറിച്ച് ഹർജിക്കാരൻ പ്രതികരിച്ചത് ഇപ്പോൾ നമ്മൾ കണ്ടത്. എന്തൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ടോൾ പിരിവ് 4 ആഴ്ചത്തേക്ക് നിർത്തിവെച്ചുകൊണ്ടുള്ള വളരെ സുപ്രധാനമായ ഒരു ഇടപെടൽ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്? ജികെ, 3 ഹർജികളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിക്ക് മുൻപിൽ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ നാളുകളായി അതുമായി ബന്ധപ്പെട്ടുള്ള വാദം പുരോഗമിക്കുകയായിരുന്നു. ആ ഘട്ടങ്ങളിലൊക്കെ തന്നെ ഹൈക്കോടതി വ്യക്തമാക്കിയത് ടോൾ പിരിക്കുന്ന ആളുകൾക്ക് സുഗമമായി ആളുകൾക്ക് യാത്ര ചെയ്യുന്നതിന് റോഡ് ഒരുക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട് എന്നാണ്. അത് തന്നെയാണ് ഈ വിധിയുടെ ഒരു പശ്ചാത്തലമായി നമ്മൾ കണക്കാക്കുന്നത്, ഇടക്കാല ഉത്തരവിന്റെ പശ്ചാത്തലമായി നമ്മൾ കണക്കാക്കുന്നത്. തൃശ്ശൂർ അല്ലെങ്കിൽ ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാത 65 കിലോമീറ്ററാണ് അതിന്റെ സ്ട്രെച്ച്. അതിൽ 4.8 കിലോമീറ്റർ മാത്രമാണ് ഈ ദുരിതം എന്നായിരുന്നു നാഷണൽ ഹൈവേ അതോറിറ്റി കഴിഞ്ഞ കുറേ നാളുകളായി കോടതിയിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ ദുരിതം പരിഹരിക്കുന്നതിന് വേണ്ടി എല്ലാ ആഴ്ചയും അവർ സമയം നീട്ടി ചോദിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ അത് 2 ആഴ്ചയായിരുന്നു, പിന്നീട് 3 ആഴ്ച, ഏറ്റവും അവസാനം അത് 4 ആഴ്ചയിലേക്ക് എത്തി. കോടതി ആവർത്തിച്ച് ചോദിക്കുന്നു ഇതുവരെ എന്ത് നടപടികൾ സ്വീകരിച്ചുവെന്ന്. നാഷണൽ ഹൈവേ അതോറിറ്റി മറുപടി നൽകുന്നു പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിട്ടുണ്ട്, സർവീസ് റോഡുകളുടെ നവീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്, അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ യാത്രാ ദുരിതം പരിഹരിക്കാനാകുമെന്ന് അവർ പറഞ്ഞു. പക്ഷേ ഒരു ഘട്ടത്തിലും ഒരു പ്രശ്നവും പരിഹരിച്ചിരുന്നില്ല. നമുക്ക് മുൻപിൽ തന്നെ വളരെ വ്യക്തമായി ഈ യാത്രാക്കുരുക്കിന്റെ ദൃശ്യങ്ങളുണ്ട്. പല ആളുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോകാനോ മരണാനന്തര ചടങ്ങുകളിൽ പോകാനോ ഒക്കെ മണിക്കൂറുകൾ ഈ ബ്ലോക്കിൽ കിടക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. ഇതെല്ലാമാണ് കോടതിക്ക് മുമ്പാകെ വന്നത്. കോടതി ഈ വിധി പ്രസ്താവത്തിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം കോടതിക്കുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് 4 ആഴ്ചത്തേക്ക് പാലിയേക്കര ടോളിലെ പിരിവ് നിർത്തിവെക്കാൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. 4 ആഴ്ച ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ NHAയ്ക്ക് മുമ്പിൽ നൽകുകയാണ്. അതുകൊണ്ട് ആ കാലയളവിൽ തന്നെ റോഡുകളുടെ നവീകരണവും അതോടൊപ്പം തന്നെ കുഴികളടക്കാനുണ്ടെങ്കിൽ അത് ബ്ലാക്ക് സ്പോട്ട് മാർക്ക് ചെയ്ത് അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ ആ നടപടിയൊക്കെ സ്വീകരിക്കുക. ഈ 4 ആഴ്ചയ്ക്ക് ശേഷം ഒരു റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കണം. ആ റിപ്പോർട്ട് പരിശോധിച്ച ശേഷമായിരിക്കും തുടർ നടപടി കോടതി എടുക്കുക. ആ റിപ്പോർട്ട് തൃപ്തികരമല്ല എങ്കിൽ ഇപ്പോഴുള്ള ഈ താൽക്കാലിക മരവിപ്പ് അത് നീട്ടാനുള്ള സാധ്യതയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നാഷണൽ ഹൈവേ അതോറിറ്റിയെ സംബന്ധിച്ച് അതൊരു തിരിച്ചടിയാണ്. പക്ഷേ ഈ ടോൾ പ്ലാസ അധികൃതരുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഇത് ഞങ്ങൾക്ക് ഈ 4 ആഴ്ച ടോൾ പിരിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല എങ്കിൽ അതിന്റെ പണം ഞങ്ങൾ നാഷണൽ ഹൈവേ അതോറിറ്റിയിൽ നിന്ന് ഈടാക്കും. അതാണ് സാധാരണഗതിയിൽ ചെയ്യാറുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഏറ്റവും വലിയ തിരിച്ചടി നേരിടാൻ പോകുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റിയാണ്. അവർ അതിന് ഉത്തരവാദികൾ കൂടിയാണ്. കാരണം ആ റോഡിലെ ഒരു തരത്തിലുള്ള അറ്റകുറ്റപ്പണികളും ചെയ്യാൻ പൂർണ്ണ രീതിയിൽ ചെയ്യാൻ അവർ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ തിരിച്ചടിക്ക് കാരണം. വിധിയെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ടൈം ഈസ് മണി എന്ന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. ജനങ്ങളുടെ സമയത്തിന് വിലയുണ്ട്. ആ വില മാനിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലൊരു ഇടപെടൽ. അതൊരു വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണവും വളരെ പ്രധാനപ്പെട്ട ഗൗരവമുള്ള ഒരു ഇടപെടലുമാണ്. ടൈം ഈസ് മണി. അതുകൊണ്ട് തന്നെ റോഡിന്റെ അവസ്ഥ നന്നാക്കിയ ശേഷം മതി ടോൾ പിരിവ് എന്ന് കോടതി തീരുമാനിച്ചു. അതുകൊണ്ടാണല്ലോ 4 ആഴ്ചത്തേക്ക് ടോൾ പിരിവ് നിർത്തിവെച്ചിരിക്കുന്നത്. എന്തെങ്കിലും ഒരു സമയക്രമം കോടതി ഇക്കാര്യത്തിൽ നൽകിയിട്ടുണ്ടോ? കാരണം അവിടെ ഉണ്ടായിരിക്കുന്ന വലിയ ഗതാഗത കുരുക്ക് സംബന്ധിച്ച് ആളുകളിലുണ്ടായ രോഷം, അവരുടെ വലിയ പ്രതിഷേധമൊക്കെ നമ്മൾ കണ്ടതാണ്.
ഈ നിരന്തരമായി വാർത്താ മാധ്യമങ്ങളിലൂടെ അത് പുറത്തു വന്നതാണ്. കോടതി ഈ കാര്യങ്ങളൊക്കെ തന്നെ നിരീക്ഷിച്ചിട്ടുണ്ടാകും. സ്വാഭാവികമായും ജനജീവിതത്തെ സ്വാഭാവികതയിൽ അതിൽ വളരെ പെട്ടെന്ന് എത്തേണ്ട ആൾക്കാരെയൊക്കെ തടഞ്ഞു വെക്കുന്ന, അവരുടെ അത്യാവശ്യങ്ങൾ പോലും നിവർത്തിക്കാൻ കഴിയാത്ത തരത്തിൽ റോഡിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു ദുരവസ്ഥ സാധാരണക്കാർ നേരിടുന്ന ഘട്ടത്തിലാണ് ഹൈക്കോടതിയുടെ ഈ സുപ്രധാനമായ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഏതെങ്കിലും ഒരു ടൈം ഫ്രെയിം കോടതി ഈ കാര്യത്തിൽ നിശ്ചയിച്ചിട്ടുണ്ടോ? ഇത്ര സമയത്തിനകം ഇത് പൂർത്തിയാക്കുകയും കാര്യങ്ങൾ വൃത്തിയായി ഭംഗിയായി നടപ്പാക്കുകയും ചെയ്ത ശേഷമാകട്ടെ ടോൾ പിരിവ് എന്ന ഒരു സമയക്രമം കോടതി നിശ്ചയിച്ചിട്ടുണ്ടോ? ജിക്ക് 4 ആഴ്ചത്തെ സമയം നൽകിയിരിക്കുകയാണ് ഹൈക്കോടതി. ഈ 4 ആഴ്ച കൊണ്ട് എന്തു മാറ്റം വരുത്താനാകും എന്നുള്ളതാണ് ഹൈക്കോടതി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കുന്നത്. ആ 4 ആഴ്ചക്കുള്ളിൽ ഈ ബ്ലാക്ക് സ്പോട്ടുകളുടെ പ്രശ്നപരിഹാരം, അതോടൊപ്പം ഈ റോഡുകളുടെ അറ്റകുറ്റപ്പണി, ഈ മറ്റ് സർവീസ് റോഡുകളുടെ നവീകരണം, ഇതെല്ലാം ചെയ്ത് യാത്രാ ക്ലേശത്തിന് ഒരു പരിധിവരെയെങ്കിലും പരിഹാരം ഉണ്ടാകണം എന്നാണ് ഹൈക്കോടതി ആവശ്യപ്പെടുന്നത്. അങ്ങനെ പരിഹാരം ഉണ്ടായില്ല എങ്കിൽ ഈ താൽക്കാലികമായി ഇപ്പോൾ മരവിപ്പിച്ച നടപടി അത് തുടരാനുള്ള നടപടിയായിരിക്കും ഹൈക്കോടതിയുടെ ഭാഗത്ത് ഉണ്ടാകുക. ഈ 4 ആഴ്ച കൊണ്ട് ഇത് പൂർത്തിയാക്കാനാകുമോ എന്നൊരു ചോദ്യമായി അവിടെ നിൽക്കുന്നുണ്ട്. കാരണം ഈ ഹർജി ഇപ്പോൾ പരിഗണിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 2-3 മാസത്തോട് അടുക്കുന്നു. അപ്പോഴൊന്നും ഇതുവരെ കൃത്യമായ നടപടി സ്വീകരിക്കാത്ത നാഷണൽ ഹൈവേ അതോറിറ്റി ഈ 4 ആഴ്ച കൊണ്ട് എന്ത് നടപടിയാണ് സ്വീകരിക്കാൻ പോകുന്നത് ഒരു ചോദ്യമായി അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ കോടതി അവർക്ക് 4 ആഴ്ച സമയം നൽകി. ആ 4 ആഴ്ചക്കുള്ളിൽ ഈ പ്രശ്നം പരിഹരിച്ചില്ല എങ്കിൽ ഈ വിലക്ക് അത് തുടരും. അത് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് വലിയ തിരിച്ചടിയും സാമ്പത്തിക ബുദ്ധിമുട്ടും ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ഈ ടോള് പിരിക്കാനുള്ള ഈ ടോളിന്റെ കമ്പനിക്ക് അത് അവർക്ക് അവരുടെ ഏതെങ്കിലും തരത്തിൽ തടസ്സം വന്നു കഴിഞ്ഞാൽ അതൊരു പക്ഷേ നാഷണൽ ഹൈവേ അതോറിറ്റിയിൽ നിന്ന് ഈടാക്കുമെന്നാണ് അവരിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അങ്ങനെയെങ്കിൽ ആ ബർഡൻ ഉണ്ടാകുക നാഷണൽ ഹൈവേ അതോറിറ്റിക്കാണ്. അത് ഇതിനോടകം തന്നെ ഈ ടോൾ പ്ലാസക്കാർ അറിയിച്ചു കഴിഞ്ഞല്ലോ, ദേശീയപാത അതോറിറ്റിയിൽ നിന്നായിരിക്കും ഈ ദിവസങ്ങളിലെ ടോൾ പിരിവിലെ നഷ്ടം, ആ തുക ഈടാക്കാൻ പോകുന്നതെന്ന് അവർ അറിയിച്ചിട്ടുണ്ട്. അതെന്തായാലും സാധാരണക്കാരെ സംബന്ധിച്ച്, യാത്രക്കാരെ സംബന്ധിച്ച് സുരക്ഷിതവും സുന്ദരവുമായ ഒരു യാത്ര അത് ഉറപ്പാക്കാൻ കഴിയണം. അതുകൊണ്ട് റോഡിന്റെ ഭംഗി ആദ്യം, ആ റോഡിന്റെ പ്രശ്നങ്ങൾ തീർക്കട്ടെ എന്ന് കോടതി പറഞ്ഞത് നമുക്ക് ആ നിലയ്ക്ക് വേണം, ആ ഗൗരവത്തിൽ വേണം സ്വീകരിക്കാൻ എന്നാണ് മനസ്സിലാക്കേണ്ടത്.